നമസ്കാരം. പ്രധാന വാർത്തകൾ. അതിജീവതയെ അപമാനിച്ചെന്ന കേസ് രാഹുൽ ഈശ്വർ വീണ്ടും കോടതിയിൽ. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ പരാതി നൽകിയ അതിജീവതയെ അപമാനിച്ചെന്ന കേസിൽ ജയിലിൽ കഴിയുന്ന രാഹുൽ ഈശ്വർ ജാമ്യത്തിനായി വീണ്ടും കോടതിയെ സമീപിച്ചു. തിരുവനന്തപുരം ജില്ലാ കോടതിയിലാണ് ജാമ്യാപേക്ഷ നൽകിയത്. നേരത്തെ മജിസ്ട്രേറ്റ് കോടതി രാഹുൽ ഈശ്വറിന്റെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. ജില്ലാ കോടതിയിൽ നൽകിയ ജാമ്യാപേക്ഷ ബുധനാഴ്ച പരിഗണിക്കും. കേസിൽ 5ാം പ്രതിയാണ് രാഹുൽ ഈശ്വർ. ED നോട്ടീസുമായി വന്നാൽ മുട്ടുവിറയ്ക്കുമെന്ന് കരുതിയോ മുഖ്യമന്ത്രി? കിഫ്ബി മസാല ബോണ്ട് ഇടപാടിൽ ED നോട്ടീസ് അയച്ചതിൽ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. നോട്ടീസുമായി വന്നാൽ മുട്ടുവിറയ്ക്കുമെന്നാണോ കരുതിയതെന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. പദ്ധതികൾക്ക് വേണ്ടി പണം ചിലവഴിച്ചിട്ടുണ്ട്, ഭൂമി ഏറ്റെടുത്തിട്ടുണ്ട്. നോട്ടീസ് അയച്ചവർ അതിന്റേതായ മനസ്സംതൃപ്തിയിൽ നിൽക്കുകയെന്നുള്ളൂവെന്നും മുഖ്യമന്ത്രി രൂക്ഷമായി പ്രതികരിച്ചു. കണ്ണൂരിൽ LDF-ന്റെ തെരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നെയ്യാറ്റിൻകരയിൽ 9ാം ക്ലാസ്സുകാരിയെ ക്രൂരമായി മർദ്ദിച്ച അച്ഛൻ അറസ്റ്റിൽ. അരങ്കുമുകൾ സ്വദേശിയാണ് അറസ്റ്റിലായത്. കുട്ടിയെയും അമ്മയെയും മർദ്ദിച്ചതിന് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ്. സംഭവം പുറത്തു പറയുന്നത് കുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചതോടെയാണ്. JJ ആക്ട് പ്രകാരം ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ്. കുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസ്. മദ്യലഹരിയിൽ അച്ഛൻ സ്ഥിരം പൂട്ടിയിട്ട് മർദ്ദിക്കാറുണ്ടെന്ന് 14-കാരി പറഞ്ഞു. തെരുവിൽ ഏറ്റുമുട്ടി LDF സ്ഥാനാർത്ഥിയും UDF സ്ഥാനാർത്ഥിയുടെ ബന്ധുവും. പരിക്ക്. തെരഞ്ഞെടുപ്പ് ബൂത്ത് ഓഫീസിന് മുന്നിലുണ്ടായ വാക്കുതർക്കത്തെ തുടർന്ന് LDF UDF പ്രവർത്തകർ ഏറ്റുമുട്ടി. സംഭവത്തിൽ LDF സ്ഥാനാർത്ഥി PC മനൂപും വയോധികനും നഗരസഭാ ഹെൽത്ത് സെന്റർ വാർഡിലെ UDF സ്ഥാനാർത്ഥി PS സുജിത്തിന്റെ ബന്ധുവുമായ കാട്ടയിൽ രാമദാസനും ആശുപത്രിയിൽ ചികിത്സ തേടി. മനൂപിന്റെ കൈവിരൽ മുറിഞ്ഞതായും രാംദാസിന് 2 പല്ലുകൾ പോയതായും വയറിലും നെഞ്ചിലും ചതവേറ്റെന്നും ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു. ഇരുവരും കാക്കനാട്ടെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അപമര്യാദയായി പെരുമാറിയെന്ന ചലച്ചിത്ര പ്രവർത്തകയുടെ പരാതി. PT കുഞ്ഞുമുഹമ്മദിനെതിരെ കേസെടുത്തു. IFFK സ്ക്രീനിങ്ങിനിടെ അപമര്യാദയായി പെരുമാറിയെന്ന ചലച്ചിത്ര പ്രവർത്തകയുടെ പരാതിയിൽ സംവിധായകൻ PT കുഞ്ഞുമുഹമ്മദിനെതിരെ കേസ്. സ്ക്രീനിങ്ങുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കാണെന്ന പേരിൽ തലസ്ഥാനത്തെ ഒരു ഹോട്ടലിൽ വിളിച്ചു വരുത്തി കടന്നുപിടിക്കാൻ ശ്രമമുണ്ടായെന്നാണ് പരാതി. കഴിഞ്ഞ മാസമാണ് ചലച്ചിത്ര പ്രവർത്തക കുഞ്ഞുമുഹമ്മദിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. ഈ പരാതി മുഖ്യമന്ത്രി പോലീസിന് കൈമാറുകയായിരുന്നു. പിന്നീട് പോലീസ് പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിലെ കാര്യങ്ങൾ പോലീസിനോടും പരാതിക്കാരി ആവർത്തിച്ചു.